ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം വിചാരണ കോടതിയിൽ ഗോഡ്സെ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളും നാഥുറാം ഗോഡ്സെയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെയുടെ ഓർമ്മക്കുറിപ്പുകളും അദ്ദേഹത്തിനെ ശിക്ഷയ്ക്ക് വിധിച്ച ജസ്റ്റിസ് GD ഖോസ്ലയുടെ മർഡർ ഓഫ് ദ ഗാന്ധി എന്ന പുസ്തകത്തിലെ ചില വിവരങ്ങൾ ചേർത്താണ് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു, പാകിസ്ഥാനും ഇന്ത്യയും. രണ്ടു ഭാഗത്തു നിന്ന് കൂട്ടപലായനം ഉണ്ടായി. കൊള്ളിവയ്പ്, ബലാത്സംഗം, വേറെന്താണ് പറയാൻ. ഗാന്ധിജിയുടെ തീരുമാനങ്ങളെല്ലാം ഇസ്ലാമിക് പീഡനമായിട്ടാണ് തോന്നിയത്. അന്ന് ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ എന്ന് വെച്ചാൽ പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടിയായിരുന്നു. 48 ജനുവരി 12 പട്ടേൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. പാകിസ്ഥാൻ കാശ്മീരിന് മേൽ നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീരുമാനമാകുന്നവരെ ഈ 55 കോടിയിൽ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല. ഒരു യുദ്ധം, രക്തച്ചൊരിച്ചിൽ ഇവ ഒഴിവാക്കാനുള്ള ഏറ്റവും ബുദ്ധിപരമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. അന്ന് ഗാന്ധിജി ഡൽഹിയിലുണ്ടായിരുന്നു. ഗാന്ധിജിക്ക് പട്ടേലിന്റെ തീരുമാനം ഇഷ്ടമായില്ല. അദ്ദേഹം പാകിസ്ഥാനുള്ള 55 കോടി കൊടുത്തില്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞു. ജനുവരി 17 ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഗവൺമെന്റ് കീഴടങ്ങുകയും പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാന് ഇതിൽ യാതൊരു ഹൃദയവികാരവും കാണിച്ചില്ല. കാശ്മീർ പ്രശ്നം പുകഞ്ഞുകൊണ്ടേയിരുന്നു. നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തയും ആ സമയത്ത് ഒരു പത്രം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഹിന്ദു രാഷ്ട്ര. ഗാന്ധിജിയുടെ നിരാഹാര വാർത്ത കണ്ട നാഥുറാം ഗോഡ്സെക്ക് ഗാന്ധിജിയെ വകവരുത്തേണ്ടത് അത്യാവശ്യമാണ്. 48 ജനുവരി 20 ഗാന്ധിജിയുടെ പ്രയർ ഹാളിന് വെളിയിലൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. ഒരു റെഫ്യൂജി ആയിരുന്ന മദൻലാൽ പഹുവയെ സംഭവ സ്ഥലത്ത് നിന്ന് പിടികൂടി. ഇതിൽ മദൻലാൽ പഹുവയ്ക്ക് വേറെയും കൂട്ടാളികളുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ബിർള ഹൗസിന് ചുറ്റുമുള്ള സെക്യൂരിറ്റി ശക്തമാക്കി. ഈ മറ്റു പ്രതികളെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങി. പക്ഷെ 10 ദിവസം അവർക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. 1948 ജനുവരി 30 5 മണി കഴിഞ്ഞപ്പോൾ ഗാന്ധിജി 2 പെൺകുട്ടികളുമായിട്ട് പ്രയർ ഗ്രൗണ്ടിലോട്ട് വരികയായിരുന്നു. നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ പോയിന്റ് ബ്ലാങ്കിൽ 3 ബുള്ളറ്റുകൾ ഫയർ ചെയ്തു. ഗാന്ധിജി അവസാനമായിട്ട് ആ എന്ന് വിളിച്ചു. താഴേക്ക് വീണു, ബോധരഹിതനായി. 20 മിനിറ്റ് ശേഷം ഗാന്ധിജി മരിച്ചു. നാഥുറാം തോക്കുമായിട്ട് തന്റെ കൈകൾ ഉയർത്തി പോലീസിനെ വിളിച്ചു, കീഴടങ്ങി. ഗോഡ്സെക്ക് അറിയാവുന്നതിന് ശേഷം തന്നെ ആൾക്കാർ ഭ്രാന്തനെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് അതോറിറ്റിയും ഡോക്ടർമാരെയും വിളിച്ചു വരുത്തി തനിക്ക് ഭ്രാന്തില്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രൊസീജിയർ ഏർപ്പെടുത്താനായിരുന്നു. അതിനുശേഷം നാഥുറാമിനെ തുഗ്ലക് റോഡിലെ പോലീസ് ലോക്കപ്പിലും അത് കഴിഞ്ഞ് പാർലമെന്റ് സ്ട്രീറ്റിൽ പോലീസ് കസ്റ്റഡിയിലും വെച്ചു. ഗോഡ്സെ കാണാൻ ഒരുപാട് പേര് വന്നു. അതിലൊരാളായിരുന്നു ദേവദാസ് ഗാന്ധി, ഗാന്ധിയുടെ മകൻ. ദേവദാസ് ഗാന്ധി പ്രതീക്ഷിച്ചത് ഒരു കൊടും ഭീകരന്റെ ഒരു രൂപമാണ്. പക്ഷേ ഗോഡ്സെ കണ്ടപ്പോൾ ഒരു ജെന്റിൽമാൻ ലുക്കായിരുന്നു. ഗോഡ്സെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. അതിന് കാരണക്കാരൻ ഞാനാണ്. എനിക്ക് ഗാന്ധിജിയോട് ഒരു വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. ദിസ് ഈസ് പ്യൂർലി പൊളിറ്റിക്കൽ. കാരണം തികച്ചും രാഷ്ട്രീയം. ദിഗംബർ ബാഡ്ജെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുപാട് പേരെ കരുതൽ തടങ്കിൽ വെച്ചു. അതിലൊരാളായിരുന്നു സവർക്കർ. സവർക്കറിനെ പിന്നെ പ്രതി ചേർക്കപ്പെട്ടു. മദൻലാൽ പഹുവ, നേരത്തെ പറഞ്ഞ റെഫ്യൂജി, 10 ദിവസം മുമ്പേ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അവസാനം നാനാ ആപ്തയും കാർക്കറെ അറസ്റ്റ് ചെയ്തു. ഇവരെല്ലാവരും റെഡ് ഫോർട്ടിലെ ജയിലിലോട്ട് കൊണ്ടുവന്നു. 47 ബോംബെ ലെജിസ്ലേറ്റർ ഒരു നിയമം പാസാക്കി. ഒരു പ്രത്യേക കോടതിയും അതിലൊരു സിംഗിൾ ജഡ്ജും ഈ ഒരു കേസ് തീർപ്പാക്കാനായിട്ട്. ഈ ഒരു വിചാരണ ജനശ്രദ്ധ പിടിച്ചുപറ്റി. അതിന്റെ കാരണം ഗാന്ധിയുടെ മരണം മാത്രമല്ല, അതിൽ ആരോപിക്കപ്പെട്ട ഒരാൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രശസ്തനുമായ സവർക്കർ ആയിരുന്നു.
പ്രോസിക്യൂഷൻ വിചാരണ ആരംഭിച്ചു. പ്രോസിക്യൂഷൻ നാഥുറാം ഗോഡ്സെയും മറ്റുള്ളവരായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിരുന്നു ശ്രമിച്ചത്. ഗോഡ്സെയും നാരായണ ആപ്തയും ഹിന്ദുരാഷ്ട്ര എന്ന പത്രത്തിൻ്റെ എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുത്തു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബോംബെ, ഡൽഹി, ഗോളിയോർ എന്നിവിടങ്ങളിൽ പോയിട്ടുണ്ട്. ജനുവരി 17 അവർ ഡൽഹിയിലെ മറീന ഹോട്ടലിൽ താമസിച്ചു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമിലും 29-30 അവരുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കർക്കരെ ഗോപാൽ ഗോഡ്സെ, മദൻലാൽ പഹ്വ, ദിഗംബർ ബാഡ്ജെ, ശങ്കർ കാസ്ത്യ ഇവരെല്ലാം മറീന ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നവർ എന്ന് പറഞ്ഞു. ഇതിന് ദിഗംബർ ബാഡ്ജയുടെ മൊഴിയല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ലായിരുന്നു. നാഥുറാം ഗോഡ്സെ ഇതിന് മറുപടിയായിട്ട് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ പ്രോസിക്യൂട്ടർ അതിനെ എതിർത്തു. ഒബ്ജക്ഷൻ. സ്പെഷ്യൽ ജഡ്ജി ഓവർറൂൾ ചെയ്തു. നിങ്ങൾ പറയാൻ പറഞ്ഞു. നാഥുറാം ഗോഡ്സെ പറഞ്ഞു, മെയ്ഡ് പ്ലീസ് യുവർ ഓണർ. നാഥുറാം പറഞ്ഞു തുടങ്ങി, എനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിയമപരമായിട്ടല്ല ചെയ്തേക്കുന്നത്. ജനുവരി 20 ജനുവരി 30 നടന്ന സംഭവങ്ങൾക്ക് 2 പ്രത്യേക വിചാരണകളാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചിരിക്കുകയാണ്. എന്റെ വാദം, ജനുവരി 20 നടന്ന സംഭവം, ജനുവരി 30 നടന്ന സംഭവം 2 പ്രത്യേക സംഭവങ്ങളാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നെന്നോ മറ്റു പ്രതികളെ ഞാനിതിന് ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല. ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷി ദിഗംബർ ബാഡ്ജെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സാക്ഷിയാണ്. എനിക്ക് ദിഗംബർ ബാഡ്ജെ അറിയാം. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നോ അല്ലെങ്കിൽ അദ്ദേഹം എന്റെ ഓഫീസിൽ വന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ജനുവരി 20 ബിർള ഹൗസിന് വെളിയിൽ നടന്ന സ്ഫോടനത്തിലും എനിക്ക് പങ്കൊന്നുമില്ല. നാരായൺ ഡി ആപ്തെ വഴി പിസ്റ്റൾ കൊണ്ടുവന്നുള്ള വാദവും ഞാൻ നിഷേധിക്കുകയാണ്. ഇതിനൊന്നും തെളിവുകളില്ല. ചാർജ് ഷീറ്റിൽ കാണിച്ചിരുന്ന ഓട്ടോമാറ്റിക് പിസ്റ്റൾ നമ്പർ 606824 കാട്രിഡ്ജും ഞാൻ കൈവശം വച്ചിരുന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അതിന് നാരായണൻ ആപ്തയായിട്ടോ വിഷ്ണു കാർക്കറയായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഗാന്ധിജിയുടെ അഹിംസ എന്ന ഐഡിയോളജിയോട് ഞാൻ എതിരായിരുന്നു. കാരണം അത് ഹിന്ദു സമൂഹത്തിന്റെ ഉന്മൂലന നാശത്തിന് കാരണമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. ഗാന്ധിജി എല്ലായ്പ്പോഴും മുസ്ലിം പ്രീണനം നടത്തിയിരുന്നു. ഇത് ഞാൻ എൻ്റെ ഹിന്ദുരാഷ്ട്ര എന്ന പത്രത്തിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനും ആപ്തയും ഗാന്ധിജിക്കെതിരെ പ്രെയർ മീറ്റിംഗുകൾ നടത്തുമായിരുന്നു. അതൊരു പ്രതിഷേധമായിരുന്നു. ആഗസ്റ്റ് 15 ഇന്ത്യ വിഭജനത്തിന് ഗാന്ധിയും കോൺഗ്രസുമാണ് കാരണക്കാർ. 1948 ജനുവരി 13 ഗാന്ധി ഒരു ഉപവാസത്തിൽ ഏർപ്പെട്ടു. ഇതിന്റെ കാരണം ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി രൂപ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഞാനും ആപ്തയും ജനുവരി 14 ബോംബെയിലോട്ട് പോയത്. ഈ യാത്രയിൽ അവിചാരിതമായി ദിഗംബർ ബാഡ്ജയെ കാണാനിടയായി. സവർക്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്തെന്നുള്ള വാദം ഞാൻ പൂർണ്ണമായും തള്ളുകയാണ്. അത് എൻ്റെ ബുദ്ധിക്കും ജഡ്ജ്മെന്റിനും എതിരാണ്. ഞാൻ മറ്റൊരാളുടെ കയ്യിൽ ഒരു കളിപ്പാവയൊന്നുമല്ല. അതിനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാൻ ഡൽഹിയിലെത്തി. ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചു. അവിടെ ആയുധം വിൽക്കുന്ന ഒരു അഭയാർത്ഥിയെ കണ്ടു. ആ അഭയാർത്ഥിയുടെ കയ്യിൽ നിന്നൊരു തോക്ക് ഞാൻ വാങ്ങി. ആ തോക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഗാന്ധിജിയെ വെടിവെച്ചത്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരു പ്രൗഡ് ഹിന്ദുവായിട്ടാണ് വളർന്നത്. എങ്കിലും ഞാനൊരു ഫ്രീ തിങ്കറും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥിതിയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ദാദാഭായ് നവറോജിയുടെയും വിവേകാനന്ദന്റെയും ഗോഖലെയുടെയും തിലകിന്റെയും പുസ്തകങ്ങളും
പ്രാചീന ഇന്ത്യൻ ചരിത്രവും ആധുനിക ഇന്ത്യൻ ചരിത്രവും, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്ക, റഷ്യ, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പഠിച്ചു. ഇത് കൂടാതെ തന്നെ സവർക്കറിന്റെയും ഗാന്ധിയുടെയും പുസ്തകങ്ങളും ഞാൻ പഠിച്ചു. എന്റെ കണ്ണിൽ സവർക്കറിന്റെയും ഗാന്ധിയുടെ ആശയങ്ങളാണ് കഴിഞ്ഞ ഒരു 50 വർഷം ഇന്ത്യയെ രൂപപ്പെടുത്താൻ സഹായിച്ചത്. ആത്യന്തികമായി എന്റെ ലക്ഷ്യം ഒരു ഹിന്ദു ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഒരുപാട് വർഷം ഞാൻ RSSൽ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് RSS വിട്ട് ഹിന്ദു മഹാസഭയിൽ ചേർന്നു. ഇവിടെ വെച്ചാണ് സവർക്കറിനെ പരിചയപ്പെടുന്നത്. ഞാനും ആപ്തയും ചേർന്ന് ഹിന്ദു രാഷ്ട്ര എന്നൊരു പത്രം സ്ഥാപിച്ചു. സവർക്കറിന്റെ ആരോഗ്യനില പരിതാപകരമായ അവസ്ഥയിൽ ഡോക്ടർ മുഖർജി ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി. അദ്ദേഹം ഗാന്ധിജിയുടെ ആന്റി ഹിന്ദു ആക്ടിവിറ്റിയുടെ ഒരു ഉപകരണം മാത്രമായിരുന്നു. എനിക്ക് ഹിന്ദു മഹാസഭയിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെതായ രീതിയിൽ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. 1946 നൊവാക്കലിയിൽ സുഹ്റാവാഡിയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊല. ഞങ്ങളുടെ രക്തം തിളച്ചു. ഗാന്ധി സുഹ്റാവാദിയെ ഷഹീദ് സാഹിബ് എന്നാണ് വിളിച്ചത്. ഗാന്ധിയുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഖുറാനിലെ വേഴ്സസ് ഉരുടാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഗീതയിലെ വാചകങ്ങൾ പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാനും ആപ്തയും കൂടി ഇങ്ങനെ ഗാന്ധിജിയുടെയുള്ള പ്രെയർ മീറ്റിങ്ങുകൾ തടസ്സപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ ഈ ഒരു വിഷയത്തിൽ സവർക്കർ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പഞ്ചാബിന്റെ മറ്റു ഭാഗങ്ങളിലും മുസ്ലിം ഫനാറ്റിസം പടർന്നു പിടിച്ചു. ബീഹാറിലും കൽക്കട്ടയിലും പഞ്ചാബിലും ഇതിനെ ചെറുക്കുകയും ആക്രമിക്കുകയും ചെയ്ത ഹിന്ദുക്കളെ കോൺഗ്രസ് ഗവൺമെന്റ് ആക്രമിക്കുകയും പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ പഞ്ചാബിൽ ഹിന്ദുക്കളുടെ രക്തം ഒഴുകുകയായിരുന്നു. ഞങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആഗസ്റ്റ് 9, 10 ഒരു ഓൾ ഇന്ത്യ ഹിന്ദു കൺവെൻഷൻ നടന്നു. ഇതിൽ സവർക്കറും ബൊബാത്കറും മുഖർജിയും ഞാനും ആപ്തയും പങ്കെടുത്തു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ശ്രമമായിരുന്നു അത്. കോൺഗ്രസ് ഗവൺമെന്റ് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തെ അവരാരും അംഗീകരിച്ചില്ല. പുതുതായി ഉണ്ടാകുന്ന സർക്കാർ ഗാന്ധിയുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പദ്ധതികളെ പറ്റി ഞങ്ങൾ സവർക്കറിനോട് പറഞ്ഞിട്ടില്ല. ഹിന്ദു മഹാസഭയുടെ പോളിസി, അതിന്റെ തീരുമാനങ്ങളെയും ഞങ്ങളുടെ പത്രത്തിലൂടെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും വടക്കുകിഴക്കൻ ഭാഗങ്ങൾ തൊട്ട് കറാച്ചി വരെയുള്ള ഭാഗം എൻ്റെ സ്വന്തം ജന്മദേശമായിട്ട് ഞാൻ കണ്ടിരുന്നു. 10ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു കയറാൻ തുടങ്ങി. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അധീപനാകാൻ കഴിയില്ല. എന്നാൽ ഇവരെ ഇവിടുന്ന് പറഞ്ഞയക്കാനും പറ്റത്തില്ല. രണ്ടുപേർക്കും ഇവിടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. മറാഠയുടെയും രാജ്പുട്ടിന്റെയും സിഖിന്റെയും ഉദയത്തോടെയും മുഗൾ എംപയർ ചെറുതായി വന്നു. എന്നിട്ടും അവരിൽ ചിലർ ഈ രാജ്യത്ത് മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു. ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചത്. 1906 ലോർഡ് മിന്റോ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. കോൺഗ്രസ് ഇതിനെ എതിർത്തെങ്കിലും കാര്യമായിട്ടൊന്നും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ഒരു വശത്ത് ബ്രിട്ടീഷുകാരും മറ്റേ വശത്ത് കോൺഗ്രസും. മുസ്ലിം ലീഗ് കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. മുസ്ലിം മതമൗലികവാദവും പ്രത്യേക രാജ്യമെന്ന അവകാശവും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 1914 ഗാന്ധി ഇന്ത്യയിലെത്തുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിച്ച നേതാവായിട്ടായിരുന്നു. അത് എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്ന നേതാവായിട്ടായിരുന്നു. ഗാന്ധിജിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അല്ലെന്ന്. ഗാന്ധിജിക്ക് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതാവാകാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂള് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ പ്രതികൂല ഘടകമാണെന്ന് മനസ്സിലാക്കി ഗാന്ധി
ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചു. 1919 ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചു. അങ്ങനെ ഒരുപാട് മുസ്ലിം ലീഡേഴ്സ് അദ്ദേഹത്തിന്റെ അനുയായികളായി. 1920-21 ജിന്ന ചിത്രത്തിലെങ്ങും ഇല്ലായിരുന്നു. അലി ബ്രദേഴ്സ് മുസ്ലിം ലീഡറായ ആ കാലത്തിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു പ്രത്യേക പ്രസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത്. അത് കോൺഗ്രസുമായിട്ട് വേർതിരിഞ്ഞു നിന്നു. മാപ്പിള ലഹളയോടെ അത് അതിന്റെ ശരിക്കുള്ള രൂപം കാണിച്ചു. മുസ്ലിങ്ങൾ കൂടുതൽ കൂടുതൽ മൗലികവാദികളായി. അതിന്റെയൊക്കെ ഒരു അനന്തരഫലം അനുഭവിച്ചത് ഹിന്ദുക്കളാണ്. ഇതൊന്നും ഗാന്ധിജിയെ ബാധിച്ചില്ല. അദ്ദേഹം ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോയി. 1919 മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് ഹയർ പോസ്റ്റുകൾ കിട്ടാൻ തുടങ്ങി. 1925 സിന്ധു പ്രവിശ്യ ഒരു സെപ്പറേറ്റ് രാജ്യമാക്കാനുള്ള തീരുമാനമായി. അലി ബ്രദേഴ്സും ജിന്നയും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജിന്ന യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഒറ്റ കണ്ടീഷനിൽ പാകിസ്ഥാൻ എന്ന രാജ്യം വേണം. ഹിന്ദു മഹാസഭ മനസ്സിലാക്കി ഇത് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് മിലിറ്ററി ട്രെയിനിങ് കിട്ടപ്പെട്ട പറ്റിയൊരു അവസരമാണ്. അതുകൊണ്ട് അവർ ആർമിയിൽ ചേരാൻ നിർബന്ധിച്ചു. 10 കോടി ജനങ്ങൾ വിഭജനത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഗാന്ധിജിക്ക് ഒരു കുലുക്കമില്ല. ഗാന്ധിജിയുടെ തന്റെ ഋണിന നയം തുടർന്നു. അത് കണ്ടപ്പോൾ എന്റെ രക്തം തിളച്ചു. ഞാൻ ഗാന്ധിജിയെ കൊല്ലാൻ തീരുമാനിച്ചു. ഖിലാഫത്തിന്റെ പരാജയത്തിന് ശേഷം അലി സഹോദരന്മാര് അഫ്ഗാനിസ്ഥാനിലെ ആമീറിനെ ഇന്ത്യ പിടിച്ചെടുക്കാനായിട്ട് ക്ഷണിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഗാന്ധി കണ്ണടച്ചു. 1924 ഗാന്ധിജി ആര്യ സമാജത്തിനെ ആക്രമിച്ചു തുടങ്ങി. ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ആക്രമണം ആര്യ സമാജത്തെ ക്ഷീണിപ്പിച്ചു. ഗാന്ധിജിയുടെ ഈ ഒരു തീരുമാനം സ്വാമി ശ്രദ്ധാനന്ദജിയുടെ മരണത്തിന് കാരണമായി. മുസ്ലിങ്ങൾ വന്ദേമാതരം പാടാൻ വിസമ്മതിച്ചു. ഗാന്ധിജി കഴിയാവുന്നിടത്തോളം ഈ പാട്ട് ഒഴിവാക്കുകയായിരുന്നു. ഗാന്ധിജി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം എതിർത്തെങ്കിലും ഒരു ആർട്ടിക്കിൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യം ആവശ്യപ്പെട്ട നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് സംഭവിച്ചിരിക്കും. കാശ്മീരിന്റെ ചുമതല ഷേഖ് അബ്ദുള്ള ഏറ്റെടുക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു. കാരണം അതൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമായതിനാൽ. പക്ഷെ ഹൈദരാബാദിന്റെ കാര്യത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതിന് ഹിന്ദു ഭൂരിപക്ഷ ഏരിയ ആയിട്ടും നിസാം ചുമതല ഏറ്റെടുക്കണമെന്നാണ് ഗാന്ധി പറഞ്ഞത്. 1946 ആഗസ്റ്റ് 15 മുതൽ മുസ്ലിം ലീഗിന്റെ സൈന്യം കൊള്ളയും കൊള്ളിവെപ്പും ആക്രമണങ്ങളും അഴിച്ചുവിട്ടു ഹിന്ദുക്കൾക്കെതിരെ. കറാച്ചി മുതൽ ബംഗാൾ വരെ ഹിന്ദുക്കളുടെ രക്തം ഒഴുകി. പക്ഷെ ഗാന്ധിജി സുഹ്രാവാഡിയെ രക്തസാക്ഷി എന്നാണ് വിളിച്ചത്. ഗാന്ധിജി തന്റെ പ്രീണന നയം തുടർന്നു. ഗാന്ധിജി വരുന്നതിന് മുമ്പേ ഇവിടെ ശക്തമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ വരവോടെ ഈ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ദുർബലപ്പെടുകയാണ് ചെയ്തത്. 1906 മുതൽ 1918 വരെ ബ്രിട്ടീഷുകാർ ഓരോന്നായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. ഉത്തം സിംഗ്, മദൻലാൽ ഡിംഗ്ര, കാൻഹറെ, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്, ഇവരുടെ എല്ലാം പേരുകൾ ഗാന്ധിജിയുടെ പേര് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് മുഴങ്ങിക്കെട്ടിട്ടുണ്ട്. 1931 കറാച്ചി സെഷനിൽ ഗാന്ധിജിയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഭഗത് സിംഗിനെ വാഴ്ത്തിക്കൊണ്ടൊരു പ്രമേയം പാസാക്കി. അതിനുശേഷം ബോംബെ ഗവർണർ മിസ്റ്റർ ഹോഡ്സൺ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, അന്ന് നിങ്ങൾ കറാച്ചിയിൽ ഭഗത് സിംഗിനെ ആദരിച്ചില്ല, അതിൻ്റെ ഒരു അനന്തരഫലമാണിത്. ഗാന്ധിജി അങ്ങനെ ഒന്നും മറക്കുന്ന ഒരു മനുഷ്യനല്ല. ഗാന്ധിജിക്ക് സുഭാഷ് ചന്ദ്രബോസിനെ ഇഷ്ടമല്ലായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ നാട് കടത്തിയപ്പോൾ ഗാന്ധി അതിനേരെ ഒന്നും മിണ്ടിയില്ല. നോക്കലി കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാന്ധി ഇങ്ങനെ പറഞ്ഞു, മുസ്ലിങ്ങൾ നമ്മളെ കൊന്നൊടുക്കിയാൽ നമ്മളവരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രമേ കാണാവൂ. നമ്മളെല്ലാം വെട്ടിക്കൊല്ലുകയാണെങ്കിൽ നമ്മൾ മരണത്തെ ധീരമായിട്ട് വരിക്കണം. നമ്മളൊരിക്കലും ഭയപ്പെടാൻ പാടില്ല. നമ്മളങ്ങനെ ഒരു പുതിയ ജീവിതത്തിലെത്തും. റാവൽപിണ്ടിയിൽ നിന്നും കുറെ അഭയാർത്ഥികൾ ഇന്ത്യയിൽ എത്തിയായിരുന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അവരോട് തിരിച്ചു പോകാനാണ്. നിങ്ങൾ അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് മരിക്കുക, അതാണ് ഇതിൽ നല്ലതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചപ്പോൾ സൈന്യത്തെ അയക്കാൻ നെഹ്റു ഗാന്ധിജിയുടെ അഭിപ്രായം ചോദിച്ചു.
ഗാന്ധി അതിന് സംബന്ധിച്ച് ഒരു കണ്ടീഷനിൽ ഷെയ്ഖ് അബ്ദുള്ളയെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആക്കണമെന്ന്. അഹിംസയിൽ വിശ്വസിക്കുന്ന ഗാന്ധിജി എന്തുകൊണ്ട് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു? ഇതേ ഗാന്ധി തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബുദ്ധന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തിയത്. ഹൈദരാബാദിൽ ഹിന്ദുക്കൾക്ക് നേരെയുണ്ട ആക്രമണത്തിൽ ഗാന്ധിജിക്ക് നൊന്തില്ല. അദ്ദേഹം നിസാമിനോട് അവിടുന്ന് സിംഹാസനം ഒഴിയണമെന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്, ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണൽ എന്നാണ് വിളിച്ചത്. പക്ഷേ മുസ്ലിം ലീഗ് പറഞ്ഞ എല്ലാ ആവശ്യങ്ങൾക്കും അംഗീകരിച്ചു. എന്നാൽ ഹിന്ദു മഹാസഭയുടെ ദേശീയ താല്പര്യമുള്ള ആവശ്യങ്ങൾ പോലും ഗാന്ധിജി അംഗീകരിച്ചില്ല. സ്വാതന്ത്ര്യാനന്തരം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ ഗാന്ധി ഇതിനെതിരെ ഒന്നും മിണ്ടിയില്ല. അതേസമയം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേർക്കെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികളെടുത്തു. തണുപ്പ് കാലത്ത് പാകിസ്ഥാനിൽ വന്ന അഭയാർത്ഥികൾ ഡൽഹിയിൽ ഒരു മുസ്ലിം പള്ളിയിൽ അഭയം തേടിയപ്പോൾ അവരോടൊന്ന് പുറത്താക്കാൻ ഗാന്ധി നിരാഹാര സത്യാഗ്രഹം ഇരുന്നു. എങ്കിൽ അവർക്ക് പകരം ഒരു താമസ സൗകര്യം ഏർപ്പെടുത്താനും ഗാന്ധി തുനിഞ്ഞില്ല. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് 400ഓളം വരുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഗാന്ധിക്കെതിരെ ഞാൻ വെടിയുതിർത്തു. വിചാരണ കോടതി നാഥുറാം ഗോഡ്സെയും നാനാ ആപ്തെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. സവർക്കറെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. വിഷ്ണു കർക്കരെ, മദൻലാൽ പഹ്വ, ഗോപാൽ ഗോഡ്സെ, ശങ്കർ പിസ്തയ്യ, പച്ചൂര എന്നിവരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ദിഗംബർ വാഡ്ജെ മാപ്പുസാക്ഷിയാക്കി. ഗോഡ്സെയുടെ വിൽപത്രത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഗോഡ്സെയുടെ ചിതാഭസ്മം സിന്ധു നദിയിൽ ഒഴുക്കണം. അതും സിന്ധു നദി ഇന്ത്യൻ പതാകയുടെ കീഴിൽ വരുന്നൊരു കാലത്ത്. അതുവരെ ഈ ചിതാഭസ്മം സൂക്ഷിക്കുവാൻ ഗോഡ്സെയുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞു.